നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ചെർപ്പുളശ്ശേരി പീഡന കേസിലെ പ്രതി പ്രകാശന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇയാളെ ഉടൻ DNA പരിശോധനയ്ക്ക് വിധേയനാക്കും. CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ പീഡനത്തിനിരയായി എന്ന് പരാതി നൽകിയ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു. ചെർപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടു എന്ന പരാതിയിൽ യുവതി പോലീസിന് നൽകിയ ആദ്യത്തെ മൊഴിയിൽ വ്യക്തത വരുത്താനാണ് CRPC 164 പ്രകാരം വീണ്ടും രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചത്. മാർച്ച് 16-നാണ് ഉച്ചയ്ക്ക് 1 മണിയോടെ മണ്ണൂർ നഗരിപ്പുറത്ത് ശ്രീഹരി വീട്ടിൽ ഹരിപ്രസാദിന്റെ വീടിന് പിന്നിൽ ചോരക്കുഞ്ഞിനെ കണ്ടെത്തുന്നത്. ഉറുമ്പരിച്ച നിലയിലായിരുന്നു കുഞ്ഞ്. നാട്ടുകാർ കണ്ട് വിവരമറിയിച്ചതിനെ തുടർന്ന് ചൈൽഡ് ലൈൻ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. ചൈൽഡ് ലൈനാണ് കുഞ്ഞിനെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. പ്രസവിച്ച് ഏതാണ്ട് 24 മണിക്കൂർ മാത്രമായിരുന്നു കുഞ്ഞിന് പ്രായം. ഉപേക്ഷിച്ച നിലയിലായിരുന്നതിനാൽ ഗുരുതരാവസ്ഥയിലായിരുന്നു കുഞ്ഞ്. ചൈൽഡ് ലൈനാണ് വിവരം പോലീസിനെ അറിയിക്കുന്നത്. തുടർന്ന് പോലീസ് എത്തി സ്ഥലത്ത് പ്രാഥമിക അന്വേഷണം നടത്തി. ഈ അന്വേഷണത്തിലാണ് കുഞ്ഞിന്റെ അമ്മ ആരെന്ന് തിരിച്ചറിയുന്നത്. തുടർന്ന് 20-കാരിയായ യുവതിയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്തു. ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ച സംഭവം എന്ന നിലയിൽ കേസെടുത്തെങ്കിലും യുവതിയുടെ മൊഴിയെടുത്തതോടെയാണ് ചിത്രം മാറുന്നത്. താൻ പീഡിപ്പിക്കപ്പെട്ടതാണെന്നാണ് യുവതി പോലീസിന് മുൻപാകെ മൊഴി നൽകിയത്. CPM പോഷക സംഘടനാ പ്രവർത്തകയായിരിക്കെ പാർട്ടി ഓഫീസിലെത്തിയ താൻ അതേ സംഘടനയിൽപ്പെട്ട ഒരു യുവാവുമായി പരിചയത്തിലായെന്നും ഇയാൾ പ്രണയം നടിച്ച് പീഡിപ്പിച്ചെന്നുമാണ് പരാതി. ചെർപ്പുളശ്ശേരിയിലെ ഒരു കോളേജിൽ പഠിക്കുന്ന കാലത്ത് മാഗസിൻ തയ്യാറാക്കാൻ പാർട്ടി ഓഫീസിലെത്തിയപ്പോൾ അവിടെ വെച്ചും പീഡിപ്പിക്കപ്പെട്ടെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. ഇതോടെ ആരോപണ വിധേയനായ യുവാവിനെയും പോലീസ് അന്വേഷണത്തിൽ ഉൾപ്പെടുത്തി. യുവാവിനെ ചോദ്യം ചെയ്യലായിരുന്നു അടുത്ത പടി. സ്ഥലത്തെ ഒരു വർക്ക്ഷോപ്പ് തൊഴിലാളിയാണ് യുവാവെന്നാണ് വിവരം. യുവതിയുടെയും യുവാവിന്റെയും കുടുംബങ്ങൾ CPM അനുഭാവികളാണ്. എന്തായാലും രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. വീണ്ടും ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴിയെടുക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ആരോപണ വിധേയന പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് CPM ചെർപ്പുളശ്ശേരി ഏരിയ സെക്രട്ടറി പറയുന്നു. പാർട്ടിയുമായി യുവതിക്കും യുവാവിനും കാര്യമായ ബന്ധമില്ലെന്നും ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായും സെക്രട്ടറി പ്രതികരിച്ചു. രാവും പകലുമില്ലാതെ നിരവധി പേർ വരുന്ന ഇടമാണ് ചെർപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസ് എന്ന് ഏരിയ സെക്രട്ടറി പറയുന്നു. ഇവിടെ വെച്ച് ഇങ്ങനെ ഒരു പീഡനം നടന്നതെന്ന് അവിശ്വസനീയമാണ്. എന്തായാലും സമഗ്രമായ അന്വേഷണം നടക്കട്ടെ എന്നും CPM ഏത് അന്വേഷണത്തോടും സഹകരിക്കുമെന്നും KB സുഭാഷ് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊക്കെ പതിവാണെന്നാണ് LDF സ്ഥാനാർത്ഥിയും MP-യുമായ MP രാജേഷ് പ്രതികരിച്ചത്. ഇത്തരം സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ടെന്നും MP രാജേഷ് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇതുപോലെയുള്ള ആരോപണങ്ങൾ പൊളിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ടെന്നും MP രാജേഷ് കൂട്ടിച്ചേർത്തു. വസ്തുതകളെല്ലാം എത്രയും പെട്ടെന്ന് പുറത്തു വരട്ടെ എന്നും പോലീസ് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നുമാണ് MP ആവശ്യപ്പെട്ടത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.